നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മെൽബണിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിലെ എപ്പിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ബെത്ലഹേം ഒരു റീക്രിയേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പുതിയ വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇല്ല, ചേച്ചിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണോ എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല. കണ്ട ഇവിടെ വേറൊരു സെക്ഷനിൽ വെച്ചേക്കണം. കണ്ട നല്ല ആടുകളും പിന്നെ അൽപ്പാക്കയും കോഴിയും. ആ സമയത്തെ വിൽപ്പനക്കാർ പിള്ളേർ സെറ്റാട്ടോ, കുറച്ച് പിള്ളേർ സെറ്റുകളൊക്കെ ഒന്നിച്ച് കൂടി ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം. പക്ഷേ രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞു പിള്ളേർ വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ സ്ഥലം. ഇപ്പോൾ നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ മുകളിൽ മഞ്ഞ് വീഴുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കണം. ഒരു മെഷീനാണത്. അപ്പോൾ പിള്ളേർ വെയിറ്റ് ചെയ്യണം അവിടെ. ഇതാണ് ആർമറി. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വെച്ചാൽ ആർമറിയാണ് ഈ കാണുന്നത്. എനിക്കൊന്ന് ഹെയർദസിൻ്റെ തലയിണ കാണിച്ചു വെച്ചേക്കണമെന്നാണ്, കാണാമെന്നല്ലേ. പിന്നെ നമുക്ക് ഓരോ അടുത്ത സെക്ഷനിലേക്ക് പോകട്ടെ. ഹോഴ്സസിനെ കണ്ടോ? ഇവിടെ കയറുന്നതിന് $2 കയറുന്നതിന്. പിള്ളേർക്ക് ഫ്രീ ആണ്. നമുക്ക് ക്യൂ ഇല്ലാതെ കയറുന്നതിന് $10 കൊടുക്കണം. നമ്മളതിന് വേണ്ടി $10 കൊടുക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നില്ല. $2. പിന്നെ ഡൊണേഷന് വേണ്ടിയാണ്, അതായത് ചാരിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയാണത്. ഇപ്പോൾ പിള്ളേർ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് വീഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇവിടെ മെഷീനിൽ നിന്ന്. അതൊരു കട്ട വെയിറ്റ്. ആ കൊച്ചിൻ്റെ തലയിൽ കണ്ട അതുപോലെ മഞ്ഞ് വീഴും. അവരുടെ വെയിറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്ത് നമ്മൾ തന്നെ വെയിറ്റ് ചെയ്ത് മടുത്തു. അപ്പോൾ മഞ്ഞ് വീഴാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ മെഷീനിലൂടെ ശബ്ദം കേൾക്കും, അപ്പോഴാണ് അത് മഞ്ഞ് വീഴുന്നത്. വീണ് അടുത്തത് ക്യാമൽ. ഈ ക്യാമൽ ഈ രാജാക്കന്മാരുടെ വാഹനമായിരുന്നു. ആ സമയത്ത് 3 രാജാക്കന്മാരാണ് യേശുവിനെ കാണാൻ വന്നത്. അതിൻ്റെ 3 ക്യാമൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് രാജാക്കന്മാരെയും കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ചവക്കിലുണ്ടോ? രാജാക്കന്മാർ ഇരിപ്പുണ്ടോ? കുറച്ച് വയസ്സായ 3 രാജാക്കന്മാരാണ്. ശരിക്കും ആ സമയത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ രാജാക്കന്മാർ വന്ന വാഹനമായ ക്യാമലിന് കൊടുക്കാനായിട്ട് നമുക്ക് തരുന്നത് ക്യാരറ്റാണ്. C for camel, C for carrot. 2 കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ പിള്ളേരെല്ലാം നല്ല തീറ്റയാണ്. പിള്ളേരല്ല, ക്യാമറെല്ലാം നല്ല തീറ്റയാണ്. വേണമെങ്കിൽ നമുക്ക് കഴിക്കട്ടോ. ക്യാരറ്റല്ല, നല്ല കാര്യമല്ലേ.
മോൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാട്ടാ, കൊടുക്കാനുള്ള പേടിയുണ്ട്. പക്ഷേ ബോയ്സൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളി. അവർ ഇതൊരു രസമാണ്, പിള്ളേർക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് ടൈമാണ്. അപ്പോൾ ക്യാമലിനെയൊക്കെ കണ്ടു. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔസേപ്പിതാവിനെയും മാതാവിനെയും മാലാഖേനെയും പിന്നെ ഉണ്ണീശ്വരൻ കാണാം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചേക്കണമെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോകട്ടെ. ബത്ലഹേമിലാണ് ഉണ്ണീച്ച് ജനിച്ചാണ് കേട്ടോ. ഔസേപ്പിതാവിൻ്റെ പടിയുണ്ടോ? ഇവർ വന്നേക്കണത് നമുക്കൊരു നല്ലൊരു ക്രിസ്മസ് ഗാനം ഇട്ടാലോ? ഇപ്പം നല്ല രസമല്ലേ ഇരിക്കട്ടെ. കാഴ്ചകൾ നമുക്കപ്പോൾ അടുത്തത് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോങ്കി വാ ഡോങ്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വാക്കിംഗ് ത്രൂ ബെത്ലഹേം ഡിസംബർ 21, 22, 23 എന്ന ദിവസങ്ങളിലാണ്. എല്ലാ വർഷവും ഉള്ളതാണെന്ന് പറഞ്ഞു സെൻറ്റ് പീറ്റേഴ്സ് പ്രൈമറി സ്കൂൾ എപ്പിങ്ങിൽ. നിങ്ങൾക്ക് അടുത്ത വർഷം കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോവുക, കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സ്വർഗ്ഗത്തിൽ സന്തോഷം.